ബി.ജെ.പി. യു.ഡി.എഫ് കൂട്ടുകെട്ടിൽ കുമരകത്ത് എൽ.ഡി.എഫിന് തുടർഭരണം നഷ്ടമായി. സീറ്റുകൾ തുല്യമായതിനെ തുടർന്ന് നടന്ന നറുക്കെടുപ്പിൽ യു.ഡി.എഫ് സ്വതന്ത്രൻ വിജയിച്ചു. ക്വാറം തികയാത്തതിനെ തുടർന്ന് എരുമേലി പഞ്ചായത്തിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. 8 സീറ്റുകളുടെ വ്യക്തമായ മേൽക്കൈയിൽ കുമരകം പഞ്ചായത്തിൽ തുടർഭരണ സാധ്യതയുമായാണ് എൽ.ഡി.എഫ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്നാൽ 5 സീറ്റുകൾ ഉള്ള യു.ഡി.എഫിനെ പിന്തുണച്ച് ബി.ജെ.പി. രംഗത്തെത്തിയതോടെ കളം മാറി. ഇരുപക്ഷത്തും 8 പേർ വന്നതോടെ നറുക്കെടുപ്പിൽ യു.ഡി.എഫ് സ്വതന്ത്രൻ എ.പി. ഗോപി പ്രസിഡന്റായി. തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടാക്കിയ രഹസ്യധാരണയുടെ ബാക്കിപത്രമെന്ന് എൽ.ഡി.എഫിന്റെ ആരോപണം. തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ പോലും അത്തരം ഒരു കൂട്ടുകച്ചവടം നടന്നിട്ടുണ്ടെന്നാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്തരമൊരു പരസ്യമായിട്ട് ഇത്തരമൊരു രംഗത്തേക്ക് വരും എന്ന് കുമരകത്തെ ജനങ്ങളാകും കരുതിയിട്ടുണ്ടാവില്ല. ഭരണങ്ങാനം പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ എൽ.ഡി.എഫ് ഭരണം പിടിച്ചപ്പോൾ ഭരണകാലത്തും കറുകച്ചാലിലും നറുക്കെടുപ്പ് യു.ഡി.എഫിനെ തുണച്ചു. 14 സീറ്റുകളുടെ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം യു.ഡി.എഫിന് എരുമേലിയിൽ ഉണ്ടായിരുന്നു. എങ്കിലും പ്രസിഡന്റ് സ്ഥാനം സംവരണം ചെയ്തിരുന്ന പട്ടിക വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി ജയിക്കാതെ വന്നതോടെ തെരഞ്ഞെടുപ്പിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിന്നു. ക്വാറം തികയാതെ വന്നതോടെ തെരഞ്ഞെടുപ്പ് 29-ാം തീയതിയിലേക്ക് മാറ്റി. ജില്ലയിലെ തദ്ദേശ സ്ഥാപന അധ്യക്ഷ പദവികളിൽ യു.ഡി.എഫ് വ്യക്തമായ മേൽക്കൈ നേടിയപ്പോൾ പൂഞ്ഞാർ, തെക്കേക്കര, ഐമനം, കിടങ്ങൂർ പഞ്ചായത്തുകളിൽ ബി.ജെ.പി. അധികാരത്തിലെത്തി. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.